നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും അർദ്ധമായ സ്വാഗതം. ക്രിക്കറ്റ്. അപ്പോൾ ഇന്ന് നമ്മുടെ T20 മാച്ചിൽ നടക്കാൻ പോകുന്നത് സ്ഥിരവൈരികളായ പാകിസ്ഥാനുമായിട്ടുള്ള മാച്ചാണ് അല്ലേ. നമ്മളെ ആകാംക്ഷപൂർവ്വം കാത്തിരിക്കുന്ന മാച്ചാണ് ഇന്ത്യ പാകിസ്ഥാൻ മാച്ച്. പാക്കികളെ ഇന്ന് ഓട്ടിച്ചിട്ട് തോൽപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയായിരിക്കും ഇന്ത്യ ഇറങ്ങുന്നത്. പാകിസ്ഥാൻ ആകട്ടെ USA, അതായത് അമേരിക്കയോട് എന്ത് ചെയ്ത് 8 നിലയിൽ പൊട്ടി. സത്യം പറഞ്ഞാൽ എല്ലാ മാച്ചിലും എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അവസ്ഥ എന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ പാകിസ്ഥാന്റെ പ്രശ്നം. എവിടെ പോയാലും ഏതെങ്കിലും കുഞ്ഞൻ ടീമിന്റെ കൂടെ തോക്കും, അവസാനം പിന്നെ അതിന്റെ ഇങ്ങനെ കതച്ച് കയറി വരുന്ന ഒരു സിറ്റുവേഷൻ ആണ്. അപ്പൊ ഇന്ന് ഇന്ത്യയുടെ കൂടി തോറ്റാൽ, ഇന്ത്യയും കൂടി പാകിസ്ഥാനെ 8 നിലയിൽ പൊട്ടിച്ച് വിട്ടു കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റേജിലേക്ക് പോവുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. പാകിസ്ഥാൻകാരന്മാര് വളരെ പ്രയാസം. നിങ്ങൾക്ക് എപ്പോഴും ഇങ്ങനെ എവിടെയെങ്കിലും കുഞ്ഞൻ ടീമുണ്ടോ അവിടെ നിങ്ങൾ തോറ്റിരിക്കും. അത് എല്ലാ സീസണിലും അല്ലെങ്കിൽ എല്ലാ ടൂർണമെന്റുകളിലും എല്ലാ വേൾഡ് കപ്പിലും നമ്മൾ കണ്ടുവരുന്നതാണ്. അപ്പോ ഇന്നത്തെ മാച്ചിൽ അതല്ല പ്രശ്നം. ഇന്ന് നടക്കുന്നത് ന്യൂയോർക്കിൽ വെച്ചാണ്. ന്യൂയോർക്കിൽ നമ്മുടെ ഇന്ത്യൻ സമയം എനിക്ക് തോന്നുന്നത് 8 മണി, രാത്രി 8 മണിക്കാണ് കളി തുടങ്ങുന്നത്. പക്ഷേ അവിടെ ഒരു വിഷയമുണ്ട്. അവിടെ അന്ന് അതായത് അവിടെ രാവിലെയാണ്. ന്യൂയോർക്ക് എന്ന് പറയുന്നത് നമുക്കിവിടെ 8 മണി, അവിടെ അമേരിക്കയിൽ രാവിലെയാണ്. അവിടെ രാവിലെ തൊട്ട് മുട്ടം മഴ എന്നാ അറിയാൻ സാധിക്കുന്നത്. ഏതാണ്ട് 90% കൂടുതൽ അവിടെ മഴ പെയ്തിരിക്കും എന്നുള്ളത് ഇപ്പൊ ഏതാണ്ടുള്ള അങ്ങനെയുള്ള ന്യൂസുകൾ വരുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഇപ്പം T20 ഏറ്റവും കുറഞ്ഞത് 5-5 ഓവർ വീതം അല്ലേ, 5-5 ഓവർ വീതമുള്ള ഒരു മാച്ചെങ്കിലും നടത്തണം. എന്നാൽ മാത്രമേ അതിന്റെ റിസൾട്ട് നമുക്ക് പറയാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഏറ്റവും കുറഞ്ഞൊരു 5-5 ഓവറെങ്കിലും നമുക്ക് കാണാൻ സാധിക്കും എന്നാണ് നമ്മുടെ പ്രതീക്ഷ. അതുപോലെ തന്നെ ഇനി മാച്ച് നടന്നില്ലെങ്കിൽ, ഈ 5-5 ഓവർ പോലും നടക്കാൻ സാധിച്ചില്ല എങ്കിൽ ഇതിനൊരു റിസർവ് ഡേ ഒന്നും ഇല്ല. അതായത് ലീഗ് മത്സരങ്ങളിൽ റിസർവ് ഡേ ഇല്ല. ലീഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഒരു റിസർവ് ഡേ ഉണ്ട്. ഒരു മഴയാണെങ്കിൽ പിറ്റേ ദിവസത്തേക്ക് റിസർവ് ഡേ ഉണ്ട്. പക്ഷെ ലീഗ് മത്സരങ്ങളിൽ ഒന്നിലും ഒരു റിസർവ് ഡേയും കൂടി ഇല്ലാത്തതിനാൽ പാകിസ്ഥാൻ 1 പോയിന്റ്, ഇന്ത്യക്ക് 1 പോയിന്റ്, അങ്ങനെ രണ്ടുപേരും കൂടി പോയിന്റ് എന്ത് ചെയ്യും, ഷെയർ ചെയ്യും. ആ ഒരു അവസ്ഥയിലേക്ക് വരും. അങ്ങനെ വന്നാൽ കൂടി പാകിസ്ഥാൻ അടുത്ത റൗണ്ടിലേക്ക് കയറുക എന്നുള്ളത് വളരെ വളരെ ബുദ്ധിമുട്ടായിരിക്കും. വളരെ കഷ്ടം. ഞാൻ പറയുന്ന മഴ എന്നും ഉണ്ടാകാതിരിക്കട്ടെ, പാകിസ്ഥാനെ അടിച്ചു തൂറിക്കുന്നത് നമുക്ക് കാണണം. മനസ്സിലായി? പാകിസ്ഥാനെ ഓട്ടിച്ചിട്ട് തോപ്പിക്കുന്നത് കാണാം. അല്ല, ഇന്ത്യ അല്ലെങ്കിലും പിന്നെ കുറെ ഒന്നിട്ട് കുഞ്ഞൻ ടീമും കൂടി ഉണ്ട്. അവന്മാരെ കൂടി പാകിസ്ഥാനെ തോപ്പിച്ചോളും. അതാണ് പാകിസ്ഥാന്റെ ഒരു അവസ്ഥയെ. അപ്പൊ എന്തായാലും ഇന്നത്തെ കളി നടക്കുമെങ്കിൽ എന്തായാലും റിവ്യൂ ആയിട്ട് ഞാൻ വരുന്നുണ്ടാവും. നമ്മൾ വീണ്ടും തിരിച്ചു വന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.